ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം മലപ്പുറം ജില്ലയിൽ ഹയർ സെക്കൻഡറി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അഹമ്മദ് തേവർക്കോവിലിന്റെയും ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെയും സബ്മിഷൻസ് ഉണ്ടായിരുന്നു. കൂടാതെ വിദ്യാർത്ഥി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേക്ക് അടിസ്ഥാനത്തിലാണ് വാർത്താ സമ്മേളനം ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത്. ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിലുള്ള സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി 2024 മെയ് 8 സർക്കാർ ഉത്തരവ് പ്രകാരം 2023-24 വർഷം താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും ഷിഫ്റ്റ് ചെയ്തുമായിട്ടുള്ള ബാച്ചുകൾ ഈ അധ്യയന വർഷവും തുടരുന്നതിനും മലബാർ മേഖലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിൻ സീറ്റ് വർധനവും എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% മാർജിൻ സീറ്റ് വർധനവും ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് അധികമായി 10% മാർജിൻ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം 14 ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ഷിഫ്റ്റ് ചെയ്ത് നൽകി. ഇതിനു പുറമെ 84 അധിക താൽക്കാലിക ബാച്ചുകൾ 1ാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം അനുവദിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിൽ ഒരു ബാച്ച് അനുവദിച്ചില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രചരണം നടക്കുകയാണ്. ചില മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വർഷം അലോട്ട്മെന്റുകളുടെ തുടക്കത്തിൽ തന്നെ മുൻവർഷങ്ങളിൽ ഷിഫ്റ്റ് ചെയ്ത 14 ബാച്ചുകൾ തുടരുന്നതിനും താൽക്കാലിക അധിക ബാച്ചുകൾ തുടരുന്നതിനും മാർജിൻ സീറ്റ് വർധനവും അനുവദിക്കുകയുണ്ടായി. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം 3ാം അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വന്നത്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ ചെയ്യും. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം 77,951 വിദ്യാർത്ഥികൾ വിജയിക്കുകയും 12,377 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും ചെയ്തു. 2024 മാർച്ചിൽ 79,748 വിദ്യാർത്ഥികൾ SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടുകയും 12,525 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടുകയും ചെയ്തു. അങ്ങനെയുള്ള കഴിഞ്ഞ വർഷം സീറ്റ് ക്ഷാമമില്ലാതെ പ്രവേശന നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനിവിടെ കഴിഞ്ഞ വർഷത്തിന്റെ കാര്യം പറയാനുള്ള കാരണം. കമ്മ്യൂണിറ്റി കോട്ടയിൽ 954 പേരും അൺഎയ്ഡഡ് മേഖലയിൽ 223 പേരും സ്പോർട്സ് കോട്ടയിൽ 444 പേരും MRS സ്കൂളുകളിൽ 5 ഉൾപ്പെടെ ആകെ 4,492 പേർ പ്രവേശനം നേടിയിട്ടുണ്ട്. അപ്പൊ അലോട്ട്മെന്റ് നടത്തിയതിൽ ചേരാത്തതിൽ പിന്നെ 4,492 കുറച്ചാൽ ശേഷിക്കുന്നത് 7,054 പേരാണ് ഹയർ സെക്കൻഡറി പ്രവേശനം എടുക്കാതെ നിൽക്കുന്നത്. ശേഷിക്കുന്ന 71,060 അപേക്ഷകരിൽ ആകെ 53,762 പേർ +1 ഇതുവരെ പ്രവേശനം നേടി. 53,762. അതിന്റെ സ്പ്ലിറ്റ് ചെയ്താൽ മെറിറ്റ് കോട്ടയിൽ 44,244, സ്പോർട്സ് 873, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 25, കമ്മ്യൂണിറ്റി കോട്ട 3,141, മാനേജ്മെന്റ് കോട്ട 2,137, അൺഎയ്ഡഡ് കോട്ട 1,051. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,311. അങ്ങനെ അതെല്ലാം കൂടെ ചേരുമ്പോൾ 53,762 പേർ ചേർന്നു. പ്രവേശനത്തിനായി ശേഷിക്കുന്ന അപേക്ഷകൾ എന്ന് പറയുന്നത് 17,298. ഇനി നമ്മുടെ 1, 2, 3 അലോട്ട്മെന്റ് കഴിഞ്ഞ ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി നമ്മുടെ കയ്യിലുള്ള സീറ്റ്
9820. അതിൽ സ്പ്ലിറ്റ് ചെയ്താൽ മെറിറ്റ് 5856, സ്പോർട്സ് 367, മോഡൽ റെസിഡൻഷ്യൽ 25, കമ്മ്യൂണിറ്റി 618, മാനേജ്മെന്റ് 2954. അങ്ങനെ വരുമ്പോൾ സീറ്റിന്റെ കുറവ് വരുന്നത് 7478 സീറ്റിന് കുറവ് വരും. ഇതിൽ മാത്രം +1 സ്കൂൾ പൊതുവിദ്യാഭ്യാസത്തിൽ മാത്രം. എന്നാൽ അൺഎയ്ഡഡ് സ്കൂളിൽ 10185 സീറ്റുകൾ ഒഴിവുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമസഭയിൽ പറഞ്ഞു, നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് അവരുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും. നിയമസഭയിൽ ഈ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സമരം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകൾ സമരരംഗത്ത് പിന്മാറണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. ഈ മറ്റ് ജില്ലകളുടെ കാര്യം, മലബാർ മേഖലയിലെ മറ്റ് ജില്ലകളുടെ കാര്യം എടുത്താൽ പാലക്കാട് കുറവുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ 1757. അത് അടുത്ത ഈ സ്പോട്ട് അലോട്ട്മെന്റ് ഒക്കെ കൂടി ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അവിടെ കോഴിക്കോട് കുറവില്ല, വയനാട് കുറവില്ല, കണ്ണൂര് കുറവില്ല, കാസർഗോഡ് 252 എണ്ണത്തിന്റെ കുറവുണ്ട്. അത് പരിഹാരം കാണും. നമ്മുടെ ഈ വിഷയം കോമ്പിനേഷന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ല എടുത്താൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിലമ്പൂർ താലൂക്ക്, ഏറനാട് താലൂക്ക്, പെരിന്തൽമണ്ണ താലൂക്ക്, തിരൂർ താലൂക്ക്, പൊന്നാനി താലൂക്ക്, തിരൂരങ്ങാടി താലൂക്ക്, കൊണ്ടോട്ടി താലൂക്ക്, ഇത്രയും താലൂക്കാണല്ലോ ഉള്ളത്. 1, 2, 3, 4, 5, 6, 7. നിലമ്പൂര് സയൻസിന്റെ 853 എണ്ണം ഇപ്പൊ മിച്ചമുണ്ടാവും. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ കണക്കുകൾ നിരത്തി നിയമസഭയിൽ ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം നൽകിയിരുന്നു. 1ാം അലോട്ട്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ചില കേന്ദ്രങ്ങൾ സമരം തുടങ്ങിയെന്നാണ് മന്ത്രി കുറ്റപ്പെടുത്തിയത്. 82,466 മലപ്പുറത്തെ ആകെ അപേക്ഷകൾ. 7606 പേർ ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ്. 51,451 പേർ ഇതിനോടകം പ്രവേശനം നേടി. അലോട്ട്മെന്റ് പൂർത്തിയായാലും മലപ്പുറത്ത് 7478 സീറ്റിന്റെ കുറവുണ്ടാകും എന്ന് മന്ത്രി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്.